സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമ നടപടിക്ക് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുന്നോടിയായി നിയമോപദേശം തേടാനാണ് തീരുമാനം. സർവകക്ഷി യോഗത്തെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. സർക്കാർ കോടതിയെ സമീപിച്ചാൽ കക്ഷി ചേരുമെന്ന് പ്രതിപക്ഷ നേതാവും നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്തായാലും നിയമ പോരാട്ടത്തിന് തന്നെ തയ്യാറെടുക്കുന്നു. തമിഴ്നാടും ബംഗാളും ഒക്കെ ചെയ്തതുപോലെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. ഉടൻ തന്നെ നിയമോപദേശം തേടി അക്കാര്യത്തിലേക്ക് കടക്കാനാണ് ഒരുങ്ങുന്നത്. ഇതിലും പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ കൂടി സർക്കാരിനൊപ്പം ഉണ്ടല്ലോ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്തെ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നതാണ്. നേരത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എല്ലാ പാർട്ടികളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം വിളിച്ചപ്പോഴും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇതാ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നടക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം എത്രയും വേഗം തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ നടക്കേണ്ട ഒരു സമയത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വോട്ടർ പട്ടിക പുതുക്കിയതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി ഇപ്പോൾ ഇങ്ങനെ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വരും. മറ്റു പല ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഈ രീതിയിലുള്ള ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കേരളത്തിൽ നടക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ള ഒരു പരാമർശമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. എന്തായാലും ആ കാര്യത്തെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എത്രയും വേഗം തന്നെ നിയമോപദേശം തേടും. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക. അതിനകത്ത് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അടക്കം പോയി ഇതിനെ നമുക്ക് നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊപ്പം നിൽക്കാം എന്നുള്ള ഒരു കാര്യം സംസ്ഥാനത്തെ പ്രതിപക്ഷമടക്കം സർക്കാരിന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും സുപ്രീം കോടതിയിലേക്ക് പോകും, നിയമപരമായിട്ട് നേരിടും എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്.